ഒരു വീടുണ്ടാക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് പിന്നെ നമ്മൾ ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി അതായത് കാണാൻ പറ്റാവുന്നത്ര കാര്യങ്ങൾ കണ്ടു. അതായത് കൺസ്ട്രക്ഷൻ എക്സ്പോസിന് പോയി, പിന്നെ ഡെമോ ഉള്ള വീടുകൾ പോയി, അതായത് എന്താ പറയുക എ ഫ്രെയിം ഒക്കെ പോലുള്ള അങ്ങനത്തെ ഓപ്ഷൻസ് അതുള്ള വീടുകളൊക്കെ പോയി കണ്ടു. കണ്ടെയ്നർ ഹോംസ് പോയി കണ്ടു. പിന്നെ മോഡുലറായിട്ട് അതായത് ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊടുന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന അങ്ങനത്തെ ഓപ്ഷൻസ്, അങ്ങനെ ഒരുവിധം. പിന്നെ വെറും സ്റ്റീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചിന്താഗതി കൊറോണ സമയത്തായോണ്ട് സ്റ്റീലിന് നല്ല വില കൂടുതലായോണ്ട് നമ്മൾ അത് ഡ്രോപ്പ് ചെയ്തോടെ സ്റ്റീലിന് ഏകദേശം ആ സമയത്ത് ഒറ്റയടിക്ക് ഡബിളായി. അപ്പൊ നമ്മളെ ബഡ്ജറ്റ് നേരെ ഡബിളായപ്പോ പിന്നെ അത് വേണ്ട. കാരണം അതിന്റെ ഒരു ഐഡിയോളജി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാലത്ത് പൊളിക്കേണ്ടി വരുന്ന സമയത്ത് ഒന്നും ഉണ്ടാവില്ല, ഇടിച്ചു പൊളിച്ച് കളയാനേ ഉണ്ടാവുള്ളൂ. സ്റ്റീലാകുമ്പോൾ ഇരുമ്പ് വിലക്കെങ്കിലും തൂക്കി വയ്ക്കാം എന്നുള്ള ഒരു റീയൂസബിൾ മെറ്റീരിയൽ എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരുന്നു അങ്ങനെ ചിന്തിച്ചത്. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആയില്ല. മീൻസ് അതൊന്നും ആ സമയത്ത് പ്രാക്ടിക്കൽ ആയിരുന്നില്ല. ഒന്നാമത് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സമയം, ഒന്നും എവിടെ അത്രയും സ്മൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ആയിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു.